സോ ഗൈസ്, ഞാൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കിന്ന് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്കുണ്ടായി. എനിക്കിത് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് വേറൊരു സെൻസിൽ എടുക്കരുത്. ഞാൻ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നിങ്ങൾ ഇതിപ്പോൾ എല്ലാവർക്കും കോണ്ടന്റ് ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എടുത്ത് പറയണത്. ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ടർഫിൽ പ്രാക്ടീസിന് പോകാറുണ്ട്, ടൂർണമെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ടൂർണമെന്റിന് പോകാൻ നേരം ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി. അപ്പോൾ ലേറ്റായിട്ട് ഇറങ്ങിയപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന കരിമുകളിലാണ്. എറണാകുളത്ത് കരിമുകൾ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. അപ്പം കരിമുകൾ ജംഗ്ഷനിലോട്ട് 2 വഴിയുണ്ട്. ഒരെണ്ണം മറ്റേ ഈ പറയണത് പോലെ റിഫൈനറിയുടെ ഫ്രണ്ടിലോട്ട് വന്ന് ഇറങ്ങണതും, ഒരെണ്ണം അപ്പുറത്ത് കരിമുകൾ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ റിഫൈനറിലോട്ട് വരുന്ന വഴി കൂടെ പോകാനാണ് എനിക്ക്, തൃപ്പൂണിത്തുറ സൈഡൊക്കെ പോകാൻ എനിക്ക് എളുപ്പം അവിടെയാണ്. അപ്പം ഞാൻ അവിടോട്ട് വണ്ടി കൊണ്ട് ഇന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരു വളവിന് എത്തിയപ്പോഴത്തേക്കിന് കുറേ വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിൽ കുറേ വണ്ടികളുണ്ട്, ഒരു 7-8 വണ്ടികളുണ്ട് എൻ്റെ ഫ്രണ്ടിൽ. അപ്പം ഞാൻ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി ഫ്രണ്ടിലോട്ട് ഞങ്ങൾ അവിടെ വണ്ടിക്കകത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പം ഒരു ചേട്ടൻ മാത്രം ബൈക്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ ബ്ലോക്ക് എന്ന് ചോദിച്ചപ്പം പുള്ളി പറയാ, എടാ വളവിന് ഒരാൾ വണ്ടി ഇടിച്ച് കിടക്കുവാണ്, ആള് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ആരും വണ്ടിക്കകത്തുനിന്നൊന്നും ഇറങ്ങണില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ വിനീത് വണ്ടി എടുത്ത് മാറ്റാൻ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് എടുക്കാനൊന്നും പറ്റത്തില്ല കൈസ്, 2 സൈഡും ബ്ലോക്കായി. അപ്പം ഞാൻ വണ്ടിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി ഞാൻ വെളിയിൽ ചെന്ന് നോക്കിയപ്പം ആ ചേട്ടൻ ഓവർ സ്പീഡ് ആയിരുന്നു എന്നാണ് നാട്ടിൽ അവിടെ കണ്ടോണ്ടിരുന്ന ചേട്ടാരൊക്കെ പറഞ്ഞു. എന്താണേലും എനിക്ക് കണ്ടിട്ട് ഒരു 30-35 ഏജ് ഒക്കെ ഉള്ള ഒരു പുള്ളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചെന്നപ്പോൾ ഫുൾ കയ്യിൽ ടാറ്റു ഒക്കെ ഉള്ള ഒരാൾ. ഞാൻ ചെന്നപ്പം പുള്ളിയുടെ തല അതിലിടിച്ച് മറ്റേ ഈ സൈഡ് മൊത്തം ഇങ്ങനെ പൊളിഞ്ഞു പോയി, റോഡ് മൊത്തം ചോരയാ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ മാത്രം അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ പുള്ളിയുടെ വായിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ചുറ്റും ഞാൻ ഇത് ആരെയും കളിയാക്കാനും ഞാൻ ഇതാക്കാനും വേണ്ടി പറയണമല്ല, ഒരു ജനറേഷനിലുള്ള പിള്ളേരെ ഞാൻ കളിയാക്കുമല്ല. ഞാൻ പറയാണ്, എൻ്റെ ഫ്രണ്ടിൽ ആ ആക്സിഡന്റ് നടക്കുന്നതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഏകദേശം എല്ലാ ഏജ് കാറ്റഗറിയിലും, നമ്മൾ ഈ ജെൻസി എന്നും മറ്റേ അമ്മ എന്ന് പറയുന്ന എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും വണ്ടി നിർത്തി ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പോലും എല്ലാവരും വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക, വെളിയിൽ പോലും ഇറങ്ങണില്ല. ലാസ്റ്റിൽ എല്ലാവരും പോലീസ് വരാൻ വെയിറ്റ് ചെയ്തിട്ടെന്ന് പറയുക. ആ ചേട്ടൻ റോഡിൽ കിടന്ന് പെടയോ ശരിക്കും പറഞ്ഞാൽ. ആ ചേട്ടൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ പുള്ളിയുടെ മൂക്കിന്നും വായന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുക. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇതായി. അതിൽ ഒരു ചേട്ടൻ മാത്രമാണ് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ, പുള്ളിയെ അങ്ങനെ എന്തെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ. ഞാനും ഈ 2 ചേട്ടന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയെ ഒന്ന് എടുത്ത് വണ്ടിക്കകത്ത് കയറ്റാൻ പോലും. ഞാനിത് ചെയ്തതിൻ്റെ ഒരു ഇതായിട്ട് പറയുമല്ല ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നമ്മളെല്ലാവരും വണ്ടിയിൽ പോണവരാണ്. നമ്മൾ വണ്ടിയിൽ പോണ സമയത്ത് നമുക്കാണെങ്കിലും നാളെ ഇത് സംഭവിക്കാം. ജസ്റ്റ് ഇത് ഗൈസ് സ്കിപ്പ് ചെയ്യാനൊന്നും ഇല്ല ഗൈസ്. ഇതൊക്കെ എനിക്കും ഈ പറയുന്ന ചോരയൊക്കെ കാണുന്ന ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ, മനസ്സിലായി. എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ തലയൊക്കെ കറങ്ങും. ഞാൻ നോക്കുമ്പോൾ കുറേ പേരുണ്ട് അവിടെ. എന്നിട്ട് ആ ലൊക്കാലിറ്റിയിൽ തൊട്ടടുത്തുള്ള, കാരണം എനിക്ക് ഏതെങ്കിലും ഒരു വണ്ടിയെ പുള്ളിയെ കയറ്റണം നമുക്ക്. എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല, കാരണം എൻ്റെ വണ്ടി ഒരുപാട് പുറകിലാണ്. ഒരു 7-8 വണ്ടികൾക്ക് ബാക്കിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. അപ്പം ഞാനിത് പ്രത്യേകിച്ച് ലൈവിൽ ഷെയർ ചെയ്ത് എന്തിനാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാനം ഇല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ആ ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടോന്നെങ്കിലും ഒന്ന് അറിയണം. ഈ ലൊക്കാലിറ്റിയിലുള്ളെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആരെങ്കിലും ലൈവ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ നാളെ എന്നെ ഒന്ന് അറിയിച്ചാൽ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് വേറെ ആരോ, ആ ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ബൈക്കിൽ. പുള്ളി ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സന്തോഷം. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ലൈവിൽ ഇത് ഷെയർ ചെയ്തത്. ആ ആക്സിഡന്റ് നടന്ന കാര്യം ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ. എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയണം ഗൈസ്. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ന്യൂസിൽ വരാനായിട്ടുള്ള ഇതൊന്നും അറിയത്തില്ല ബ്രോ, എനിക്കത് അറിഞ്ഞൂടെ. നമ്മൾ കുറെ അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ വന്ന് വണ്ടിക്കകത്ത് കയറ്റാനും ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. രക്ഷപ്പെട്ടാൽ മതിയായിരുന്നേ ഉള്ളൂ എനിക്കും ആ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ പറയുക ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഏത് ജനറേഷനിലല്ല, നമ്മുടെയൊക്കെ ലൈവ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർ കാണുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയുക, ഇതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇഗ്നോർ ചെയ്തിട്ട് പോകരുത്. ഈ പോലീസ് വരാൻ വെയിറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ കുറേ നിയമങ്ങൾ അറിയാമല്ലോ. എടുത്തുകൊണ്ട് രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് തലയിലായിരിക്കും ഏറ്റവും ലാസ്റ്റിൽ ഇതൊക്കെ വരുന്നത്. അതൊക്കെ പേടിച്ചിട്ടായിരിക്കാം. ഞാൻ കുറ്റമായിട്ട് പറയുമല്ല, പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. ഹെൽമെറ്റ് ഇല്ലായിരുന്നു, ഞാൻ ചെല്ലുമ്പോൾ ഹെൽമെറ്റ് ഇല്ലായിരുന്നു പുള്ളിക്ക്. പുള്ളിയുടെ തല മൊത്തത്തിൽ ഡാമേജ് ആയി ഇരിക്കുമായിരുന്നു. നമുക്ക് കാലിലൊന്നും പിടിച്ച് കയറ്റാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ലായിരുന്നു പുള്ളി, കാരണം കാലിൽ എല്ലാം ഒടിഞ്ഞു, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. സോ അതൊന്ന് കീപ്പ് ചെയ്യുക ഗൈസ്. ഇതാരെങ്കിലും ഈ പറയണത് പോലെ ഇതിൻ്റെ എന്തെങ്കിലും ഇതറിയുവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. പറ്റുമെങ്കിൽ നമ്മളെല്ലാം വണ്ടിയിൽ പോകണവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുക, അത്രേ എനിക്ക് പറയുള്ളൂ. ഞാൻ ജസ്റ്റ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. എനിക്ക് ഭയങ്കര ഒരു ബാഡ് ഡേ ആയിപ്പോയി. ഞാൻ അതിനുശേഷം
ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് അതെന്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഞാൻ ലൈവ് ഇടണ്ട, പിന്നെ കുറേ ദിവസമായിട്ട് നിങ്ങളെ ഞാൻ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ ആക്കിപ്പോയി. ഏത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെന്നൊന്നും അറിഞ്ഞൂടാ ബ്രോ. എനിക്ക് അറിഞ്ഞൂടാ ഏത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെന്ന്. കരിമുകൾ സൈഡിലൊക്കെ ഒരു ആക്സിഡന്റ് നടന്നാൽ കൊണ്ടുപോകാൻ പോസിബിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ജീവനാണ് മുഖ്യം, സത്യം, ഉറപ്പായിട്ടും. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ എനിക്ക് ആ ഒരു സാധനം ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നിങ്ങളെ പറ്റിക്കുന്നുണ്ടാണ് ഞാൻ ഇന്ന് പിന്നെയും ഒന്ന് വന്നത്. എനിക്കിപ്പോൾ എന്തോ അമൃത ഹോസ്പിറ്റൽ ആയിരിക്കുമെന്നോ ആണല്ലോ, എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഞാൻ എറണാകുളത്ത് പുതിയതല്ലേ. എനിക്ക് നീലൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല. അവന് കൈക്ക് ചെറുതൊരു സീനുണ്ട്, അവനത് ഫിക്സ് ആയതിനു ശേഷം വരും. ദൃശ്യം 3 ട്രയലൊക്കെ കാണടാ. നമുക്ക് സിറ്റി കയറണം, നമുക്ക് സിറ്റിയിൽ കുറച്ച് പരിപാടിയുണ്ട്. അതിൻ്റെ അടുത്ത റിയാക്ഷൻ ഇതിൽ ചെയ്യാം.